യുദ്ധത്തിൽ തങ്ങൾ ജയിച്ചുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ആയിക്കോട്ടെ, യാതൊരു വിരോധവുമില്ല. ജയിച്ചു എന്നുള്ളതല്ല, നമ്മളെയൊക്കെ സാധാരണ സുബോധമുള്ള മനുഷ്യർ ചിന്തിക്കുന്നത്. ഒരുപാട് മനുഷ്യർ അവിടെ മരിച്ചു വീണില്ലല്ലോ. അമേരിക്ക അതിശക്തമായി നീങ്ങിയിരുന്നുവെങ്കിൽ എത്രയോ ആയിരം പേരവിടെ മരിക്കുമായിരുന്നു. എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടാകുമായിരുന്നു. തിരിച്ച് കുറച്ച് ദുരന്തങ്ങൾ അമേരിക്കയ്ക്കും അമേരിക്ക അനുകൂലിക്കുന്ന രാജ്യങ്ങൾക്കും ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. യുദ്ധമാകുമ്പോൾ എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷേ അതെല്ലാം തൽക്കാലത്തേക്കാണെങ്കിലും ഒന്ന് ഒഴിഞ്ഞുപോയി എന്നുള്ളതാണ് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം, സുബോധമുള്ള എല്ലാവരെയും സംബന്ധിച്ച് ആശ്വാസം കിട്ടുന്ന വാർത്ത. അപ്പോൾ അതിനിടയ്ക്ക് ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ പിന്നോക്കം പോയതായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അവർ പറയുന്ന പോലെ കടലിടുക്ക് പൂർണ്ണമായിട്ട് തുറന്നിട്ടില്ല. അവിടെ ഇപ്പോഴും പ്രശ്നങ്ങളാണ്, അടച്ചു കിടക്കുന്നു. അതുപോലെ തന്നെ അവിടെ ടോള് പിരിക്കാനുള്ള നീക്കം നടക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ലെബനനിൽ ഈ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുകയാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ. അപ്പം ഈ കരാറിൽ ഈ അമേരിക്കയും ഇറാനുമായിട്ടുണ്ടാക്കിയ കരാറിൽ ലെബനൻ്റെ കാര്യമൊന്നും വേണ്ടിയിട്ടില്ല. അപ്പോൾ ലെബനനിലെ ആക്രമണം തുടരും, അതും ഇതുമായിട്ട് ബന്ധമില്ല എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, അതും ഈ ഒരു കാരണവശാലും എല്ലാവരും വെടിനിർത്തണം എന്നുള്ള രീതിയിലാണ് കരാറെന്നാണ് ഇതിന് മധ്യസ്ഥനായിട്ട് നിന്ന പാകിസ്ഥാൻ പറയുന്നത്. എന്തായാലും ഇസ്രായേൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആണ് സുപ്രധാനമായ ചില കാര്യങ്ങൾ അമേരിക്കയിൽ നടക്കുന്നത്. പ്രസിഡന്റ് ട്രംപിനെതിരെ ഒരു വിഭാഗം ആളുകൾ നീങ്ങുന്നു. അതിന് ഡെമോക്രാറ്റിക് പക്ഷത്ത് മാത്രമല്ല, റിപ്പബ്ലിക്കൻ പക്ഷത്തുള്ള ഒരു പറ്റം ആളുകൾ. അപ്പോൾ അവർ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന, അവർ പറയുന്നൊരു കാര്യം, ഈ വൈസ് പ്രസിഡന്റ് JD വാൻസും അതുപോലെ തന്നെ ക്യാബിനറ്റ് അംഗങ്ങളും കൂടെ ചേർന്ന് ഈ ഭരണഘടനാ ഭേദഗതിയുടെ 25-ാം വകുപ്പ് 25-ാം ഭേദഗതി ഉപയോഗിക്കണം. അതിൻ്റെ 4-ാം വകുപ്പിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഉപയോഗിക്കണം പ്രസിഡന്റിനെതിരെ, അതായത് പ്രസിഡന്റിനെ നീക്കം ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പം ഈ ഡെമോക്രാറ്റിക് കോൺഗ്രസ് നമ്മുടെ ഇന്ത്യക്കാരായ റോ ഖന്ന, രാജാ കൃഷ്ണമൂർത്തി അവരൊക്കെ ഇതാവശ്യപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ പലരും ഈ വലതുപക്ഷത്ത് നിന്ന് ഈ കോൺഗ്രസ് അംഗങ്ങളും മറ്റും ഇല്ലെങ്കിൽ കൂടി ഈ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ആളുകൾ, സ്വാധീനശക്തിയുള്ള പലരും പ്രസിഡന്റിനെതിരെ രംഗത്ത് വന്നു. അതിന് ഈ ഭേദഗതി 25-ാം ഭേദഗതി ഉപയോഗിക്കാമെന്നുള്ള നിലപാടിലേക്ക് വന്നു. അതിനിടയ്ക്ക് ചിലർ പറയുന്നത് ഈ പ്രസിഡന്റിൻ്റെ ഇല്ലീഗലായിട്ടുള്ള ഓർഡർ സൈന്യം സ്വീകരിക്കരുത്, ഇങ്ങനെ ഈ ആണവ യുദ്ധത്തിനോ ഒക്കെ ഒരുങ്ങുന്ന ഉത്തരവ് വല്ലതും വരികയാണെങ്കിൽ അത് അംഗീകരിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ അംഗീകരിക്കരുത് എന്ന് സൈന്യത്തോട് ആവശ്യപ്പെടുന്ന ആളുകളുമുണ്ട്. എങ്ങനെയായിരുന്നാലും ഈ ഇത്രയെല്ലാം വാഗ്വാദങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രസിഡന്റിൻ്റെ സ്ഥാനം അല്പം ദുർബലപ്പെട്ടതുപോലെ തോന്നുന്നു. പ്രസിഡന്റ് ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ, അതിൽ പ്രസിഡന്റിൻ്റെ ചില പ്രയോഗങ്ങളാണ് ആളുകളെ പ്രകോപിപ്പിച്ചത്. ഒന്ന്, പ്രസിഡന്റ് ആ ട്രൂത്ത് സോഷ്യലിൽ ഇറാനെതിരെയുള്ള മുന്നറിയിപ്പിൽ F വേർഡ് ഉപയോഗിച്ചത്. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഡാഷ് മോനെ എന്ന് പ്രയോഗിച്ചു. അതായത് ഡാഷ് മോൻ നമ്മുടെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. അപ്പോൾ രേവന്ത് റെഡ്ഡി തമാശയ്ക്ക് പോ മോനെ വിജയ, അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥമോ അതിൻ്റെ പ്രാധാന്യമൊന്നും അറിഞ്ഞുകൂടായിരിക്കും, സിനിമാ ശൈലിയൊന്നും ഉപയോഗിച്ചതായിരിക്കാം. എന്തായാലും അതിന് പറ്റിയ ഒരു മറുപടിയാണ് ഡാഷ് മോനെ എന്ന് വിളിച്ചത്. അപ്പോൾ ഡാഷ് എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാം, നമുക്ക് പൂരിപ്പിക്കാം. അത് വളരെ മോശമായി പോയി. മുഖ്യമന്ത്രിയെ പോലെ ഇരിക്കുന്ന ഒരാളത് പറയാൻ പാടില്ലാത്തതാണെന്നാണല്ലോ പറയുന്നത്. എങ്ങനെയായാലും ഇവിടെയും അതുപോലെ തന്നെ പ്രസിഡന്റ് ഉപയോഗിക്കാവുന്ന ഒരു ഭാഷയല്ല F വേർഡ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അതിനു പുറമെ ഇന്നലെ രാത്രി 8 മണിക്കകം കരാറുണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഹോർമൂസ് കടലിലേക്ക് തുടർന്നില്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ തന്നെ, ഒരു ജനപദം തന്നെ ഇല്ലാതാകും, ഒരു സംസ്കാരം തന്നെ ഇല്ലാതാകും. ഇനി ഒരിക്കലും മടങ്ങാത്ത രീതിയിൽ അങ്ങനെയുള്ള ദുരന്തമുണ്ടാകുമെന്നാണ് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയത്. അപ്പോൾ അത് അമേരിക്കൻ നിലപാടല്ല, അമേരിക്ക പിന്തുടരുന്ന ആശയങ്ങളുടെ പ്രതിഫലനമല്ല, അത് ശരിയായ ഒരു കാര്യമല്ല. ഒരു കൂട്ടക്കൊലയ്ക്കാണ്, ജനോസൈഡിനാണ് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തത്, അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയത്. അത് അമേരിക്കൻ നിലപാടുകളോ അമേരിക്കൻ രീതിയോ അല്ല. ആ രീതിയിൽ പറയുന്നതും ശരിയല്ല. ഈ സിവിലിയന്മാരെ ആക്രമിക്കുകയും അല്ലെങ്കിൽ സിവിലിയന്മാർ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ, പാലങ്ങളും യൂണിവേഴ്സിറ്റികളും അതൊക്കെ തകർക്കുന്നതൊന്നും ശരിയായ കാര്യമല്ല. അതൊക്കെ നിയമപരമായും തെറ്റാണ്, അന്താരാഷ്ട്ര നിയമങ്ങളുടെയൊക്കെ ലംഘനവുമാണ്. അപ്പോൾ അതെല്ലാം തെറ്റായ കാര്യമാണ്. അത് പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായി എന്നാണ് ഈ എതിർ വിഭാഗം പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അവർ പ്രസിഡന്റിനെതിരെ ഈ 25-ാം ഭേദഗതി പ്രയോഗിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ 25-ാം ഭേദഗതി എന്താണെന്ന് നമുക്കൊരു ഏകദേശമായിട്ടൊന്ന് നോക്കാം.
67-68 മറ്റോ ഉണ്ടാക്കി, ഈ 1968 മറ്റോ ഉണ്ടാക്കിയ ഭേദഗതിയാണ്. അത് ഈ പ്രസിഡന്റ് ഇല്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു തീരുമാനമാണത്. അതിനെപ്പറ്റി വിശദീകരിക്കുന്ന കാര്യങ്ങളാണ് ഈ 25-ാം ഭേദഗതിയിൽ പറയുന്നത്. അതിലെ 1, 2, 3 പ്രധാനപ്പെട്ടതല്ല. ഒന്നാമത്തേത്, പ്രസിഡന്റ് സ്ഥാനം ഒഴിവ് വന്നു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആവുന്നു. ഇനി വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിവ് വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഒരാളെ വൈസ് പ്രസിഡൻ്റായിട്ട് നിയമിക്കുന്നു. അങ്ങേരെ കോൺഗ്രസ് അംഗീകരിക്കണം. കോൺഗ്രസിൻ്റെ 3/2 ഭാഗം അംഗീകരിക്കണമെന്ന് തോന്നുന്നു. മൂന്നാമത്തെ ഇത് ഈ നാലാമത്തേത് ആണ് പ്രധാനപ്പെട്ട ഇത്. ഈ പ്രസിഡന്റ് ഇൻകപ്പാസിറ്റേറ്റഡ് ആയി കഴിഞ്ഞാൽ, അതായത് പ്രസിഡന്റിന് ജോലി ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ മാനസിക പ്രശ്നം ഉണ്ടാകുന്നു, ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു, അതേസമയം തന്നെ അദ്ദേഹം സ്വയം ഒഴിഞ്ഞു പോകുന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റും ക്യാബിനറ്റ് അംഗങ്ങളും അവർ ഭൂരിപക്ഷം പേരും കൂടി എഴുതിക്കിട്ട് പ്രസിഡന്റിന് ഈ സ്വന്തം ജോലി ചെയ്യാനായിട്ടുള്ള കഴിവുകളില്ല, അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ, അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതിയിട്ട് എല്ലാവരും കൂടെ ഭൂരിപക്ഷം പേര് എഴുതിയിട്ട് അത് ഹൗസ് സ്പീക്കർക്കും അതുപോലെ തന്നെ സെനറ്റിലെ പ്രസിഡന്റ് ടെമ്പോർ എന്ന് പറഞ്ഞാൽ ആക്ടിംഗ് സ്പീക്കറാണ്. അവിടെ സെനറ്റിലെ സ്പീക്കർ നമുക്കറിയാം വൈസ് പ്രസിഡൻ്റാണ്. വൈസ് പ്രസിഡന്റ് ഇപ്പുറത്താണ്. അതുകൊണ്ട് അവിടെ ആ സെനറ്റിൻ്റെ ചുമതല വഹിക്കുന്ന താൽക്കാലിക സ്പീക്കർ അദ്ദേഹത്തിനും പ്രസിഡന്റ് പ്രോ ടെമ്പോർ അദ്ദേഹത്തിനും കൂടി കത്തെഴുതുക, ഇങ്ങനെ പ്രസിഡന്റിനെ ഞങ്ങൾ നീക്കം ചെയ്യുകയാണ്, പ്രസിഡന്റ് സ്വന്തമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റിന് ആക്ടിംഗ് പ്രസിഡന്റ് ആകാം. പക്ഷേ ഈ പിന്നീട് പ്രസിഡന്റ് തിരിച്ചു വരികയാണ്, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഒരു കത്തെഴുതുകയാണ് ഇവർക്ക് ഈ പ്രസിഡന്റ് പ്രോടെമ്പോറിനും സെനറ്റിൻ്റെ അതുപോലെ തന്നെ ഹൗസ് സ്പീക്കർക്കും കത്തെഴുതുകയാണ്, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ അധികാരം തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞ് എഴുതുകയാണെങ്കിൽ ആ സമയത്താണ് അപ്പം ഒരു സന്ദേഹമായി 2 കൂട്ടർ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് കോൺഗ്രസിലെ 3/2 വിഭാഗം അംഗങ്ങൾ വോട്ട് ചെയ്ത് തീരുമാനിക്കാം പ്രസിഡന്റ് ആവണോ വേണ്ടയോ എന്ന്, അല്ലെങ്കിൽ എന്താണ് തീരുമാനം എന്നുള്ളത്. ആ സമയത്ത് അങ്ങനെ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ ആ 3/2 ഭാഗം അംഗീകരിച്ച് കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് തന്നെ പ്രസിഡൻ്റായിട്ട് തുടരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വളരെ അത്രയും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഈ ഇംപീച്ച്മെൻ്റ് ആണെങ്കിൽ അത് ആ പാർട്ടി അടിസ്ഥാനത്തിലൊക്കെ നടക്കും. അത് ഈ ഹൗസിൽ കോൺഗ്രസ്സിൽ ഇംപീച്ച്മെൻറ്റ് നടത്തുന്നു. അത് സെനറ്റിൽ പോയി അവിടെ പോയി വിചാരണ ചെയ്തിട്ട് ഒടുവിൽ സെനറ്റ് അത് പാസ്സാക്കണം, സെനറ്റ് അംഗീകരിക്കണം. അപ്പോഴാണ് ഇംപീച്ച്മെൻറ്റ് നടപ്പിലാവുക. കഴിഞ്ഞ തവണ തന്നെ പ്രസിഡന്റ് ട്രംപിനെ 2 തവണ ഇംപീച്ച് ചെയ്തതാണ് ഹൗസിൽ. പക്ഷേ സെനറ്റിൽ ചെന്നപ്പോൾ അത് പരാജയപ്പെടുകയും ചെയ്തു. അപ്പം ഒരിക്കലും ഒരു ആകെ ആൻഡ്രൂ ജോൺസൺ ഈ സിവിൽ വാർ കഴിഞ്ഞതിന് ശേഷം 1866-67 ആ സമയത്ത് ആ പ്രസിഡന്റിനെ മാത്രമാണ് ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്താക്കിയത്, ആൻഡ്രൂ ജോൺസൺ. അത് 1867-ലാണോ 68-ലാണോ അത് മാത്രമാണ് ഒരു സംഭവം. ഈ റിച്ചാർഡ് നിക്സണൊക്കെ രാജിവെച്ച് പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പുറത്താക്കൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇംപീച്ച്മെൻറ്റിലൂടെ. അതിനേക്കാൾ പ്രയാസകരമാണ് ഈ ഭരണഘടനാ ഭേദഗതി 25 പ്രയോഗിക്കുക. പക്ഷേ അങ്ങനൊരു വകുപ്പുണ്ട്. നമുക്കറിയാം ഈ വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ക്യാബിനറ്റ് അംഗങ്ങൾ അവരെയൊക്കെ നിയമിക്കുന്ന പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റിൻ്റെ കരുണ കൊണ്ടാണ് അവരൊക്കെ ആ രംഗത്ത് വരുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് തീരുമാനിച്ചുകൊണ്ടാണ് JD വാൻസ് വൈസ് പ്രസിഡൻ്റ് ആയത്. അല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കുകയായിരുന്നെങ്കിലോ ഒരിക്കലും JD വാൻസ് വൈസ് പ്രസിഡൻ്റ് ആവില്ലായിരുന്നു. അപ്പം അത്രയ്ക്കധികം വിധേയത്വം പ്രസിഡൻറ്റിനോടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും പ്രസിഡൻറ്റിനെതിരെ രംഗത്ത് വരുമെന്ന് നമുക്ക് വിചാരിക്കാനാവില്ല. അല്ലെങ്കിൽ അതുപോലുള്ള കാരണങ്ങൾ വേണം. ഇപ്പം കടുത്ത രോഗബാധയോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയല്ലാതെ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആളുകൾ മുറവിളി കൂട്ടുന്നു. 2 ഭാഗത്തുമുള്ള ആളുകൾ അതിന് വേണ്ടിയിട്ട് സജീവമായിട്ട് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് പ്രസിഡന്റിനെതിരെയുള്ള നീക്കം ശക്തിപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന. പക്ഷെ അതുകൊണ്ട് ഒന്നുമില്ല. എന്തായാലും ഈ 2 ആഴ്ച കഴിയുമ്പോൾ 2 ആഴ്ചക്കുള്ളിൽ ഇപ്പം മറ്റന്നാൾ ഈ 10-ാം തീയതി ഏപ്രിൽ 10-ന് ഇസ്ലാമാബാദിൽ വെച്ച് പാകിസ്ഥാനിൽ വെച്ചാണ് അവിടെ വെച്ച് ചർച്ച നടക്കുന്നുണ്ട്, ഒത്തുതീർപ്പ് ചർച്ച. അതിൽ പങ്കെടുക്കാനായിട്ട് വൈസ് പ്രസിഡന്റ് JD വാൻസിനെയാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പം അതിന് എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ചർച്ചയിൽ കാര്യങ്ങളൊക്കെ തീരുമാനമായാൽ പ്രശ്നം തീർന്നു. അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ ഈ
പാകിസ്ഥാൻകാർ വലിയ ആൾ കളിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് ചൈനയാണെന്നാണ് പറയുന്നത്. ചൈനയുടെ നടപടികളാണ് അത്. പ്രസിഡന്റ് ട്രംപ് തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ചൈനയുടെ ഇടപെടലിനെ. എങ്ങനെയായാലും ഇതിൽ കോളടിച്ചു പോയത് പാകിസ്ഥാനാണ്. ചുളിവിൽ അവർക്ക് പബ്ലിസിറ്റി കിട്ടി, അവർ വലിയ പുള്ളികളായിട്ട് മാറുകയും ചെയ്തു. എങ്ങനെയായാലും നമുക്ക് ഈ പ്രശ്നമൊന്ന് തീർന്നു കിട്ടണം. യുദ്ധം തൽക്കാലത്തേക്കൊന്ന് ഒഴിവായി, ഭാവിയിലേക്കും ഒഴിവാകണം. അതുപോലെ തന്നെ ആ ഇറാനിലെ ആ മതഭീകരന്മാരെ അവരെ തട്ടിയെറിഞ്ഞ് അവരുടെ ആ സൈന്യമുണ്ട്, ഇസ്ലാമിക് ആർമി റെവല്യൂഷണറി ഗാർഡ്സ് ഓഫ് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ്. ആ അണ്ണാച്ചിമാരെ മുഴുവനും കൂടെ ഓടിച്ച് അവരുടെ ആയുധങ്ങളും എല്ലാം മേടിച്ച് അവരോടെല്ലാം പോയി വല്ല കൃഷി ചെയ്യാനും പറഞ്ഞു വിടണം. അങ്ങനെ ആ ജനത തിരിച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം. ആയുധങ്ങൾക്ക് പുറകെയും ഡെത്ത് ടു അമേരിക്ക എന്നും ഡെത്ത് ടു ഇസ്രായേൽ എന്നും പറഞ്ഞ് നടക്കാതെ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ഒരു രാജ്യമായിട്ടത് മാറണം. ജനാധിപത്യ രാജ്യമായിട്ട് മാറണം.